മരണം നടന്നിട്ട് ഉടനെ തന്നെ അതിനെ രാഷ്ട്രീയ സ്വഭാവത്തിൽ കാണുന്ന മുതലെടുപ്പ് രാഷ്ട്രീയം പറയുന്നത് ശരിയല്ല. ഈ സന്ദർഭത്തിൽ ഇവിടെ കെട്ടിടം മാറ്റി പണിയാൻ വേണ്ടി കോർപ്പറേഷൻ തീരുമാനമെടുത്താണ്. എന്നാൽ കോർപ്പറേഷൻ്റെ അണ്ടറിലുള്ള വാടകക്കാർ അവിടെ കച്ചവടം ചെയ്യുന്നുണ്ട്, വിവിധ ആളുകൾ അവിടെ ഉണ്ട്. അപകടം സംഭവിച്ചിരിക്കുന്നു. ഇനി അപകടം എങ്ങനെ സംഭവിച്ചു, എന്താ കുഴപ്പം എന്നൊക്കെ നോക്കിയിട്ടാണല്ലോ നമ്മൾ കാര്യങ്ങൾ വിലയിരുത്തേണ്ടത്. അങ്ങനെയല്ലേ നമ്മളൊരു വിഷയത്തെ കാണേണ്ടത്. ആ രീതിയിലല്ലേ നമ്മൾ സമീപിക്കേണ്ടത്. നിങ്ങളും അതിൻ്റെ ഭാഗമാകാതിരിക്കുക. ഇപ്പം നമുക്ക് ഈ മരണപ്പെട്ട ആളുകളുടെ ബോഡി പെട്ടെന്ന് ഇൻക്വസ്റ്റ് നടത്തി പോസ്റ്റ്മോർട്ടം നടത്തി ആ ദുഃഖത്തിൻ്റെ അകത്ത് പങ്കുചേരുക, മറ്റു കാര്യങ്ങൾ ബന്ധപ്പെട്ടവരെ അന്വേഷിക്കുകയും അതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യട്ടെ. അതിനൊരു വിവാദത്തിലേക്ക് പോവുകയല്ല നമ്മൾ വേണ്ടത്. നിങ്ങളും അതിനെ സംബന്ധിച്ചൊന്നും ഇപ്പോൾ പറയാൻ കഴിയില്ലല്ലോ. നിങ്ങളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ സംഭവിച്ചിട്ട് കുറഞ്ഞ സമയമായിട്ടില്ലല്ലോ. ഇപ്പം നമ്മൾ ആ വർക്കിൻ്റെ അകത്ത് നിൽക്കുന്ന സന്ദർഭത്തിൽ തീർച്ചയായിട്ടും അതെല്ലാം ശരിയാണ്. അതെല്ലാം ശരിയാണ്. നിങ്ങൾ വാർത്ത ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ ഇങ്ങനെയല്ല, അല്ലല്ല ശരിയല്ല, അതൊക്കെ ഉണ്ടാവും. അതേ ബന്ധപ്പെട്ടവർ നടന്നിരുന്നു, അവിടെ നടപടി എടുത്തില്ല എന്ന് പ്രതിപക്ഷം പറഞ്ഞത് വാർത്തയാണ്. 2024 അൺഫിറ്റ് ആണെന്ന് കണ്ടെത്തിയ കെട്ടിടം പൊളിക്കാൻ DPR തയ്യാറാക്കി. 2 മാസം മുമ്പും ആ കെട്ടിടം പുതിയൊരു സ്ഥാപനത്തിന് വാടകയ്ക്ക് നൽകി എന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. അപ്പോൾ അതൊരു പ്രശ്നമല്ല. ആ പ്രതിപക്ഷത്തിന്റെ ആരോപണത്തിന് കാരണം അന്വേഷിക്കേണ്ടത് ആ പ്രദേശത്തെ കൗൺസിലറോട് ചോദിക്കുക. ആ പ്രതിപക്ഷത്തിന്റെ കൗൺസിലറാണ് അവിടെ ഉണ്ടായിരുന്നത്. ആ കൗൺസിലർ എന്താണ് അതിന് മറുപടി കൊടുത്തതെന്നും കൗൺസിലർ എന്താ തീരുമാനിച്ചതെന്ന് പറയാം. ഇപ്പം നമുക്ക് അതിന് ഉത്തരം പറയാൻ കഴിയില്ലല്ലോ. കൗൺസിൽ യോഗത്തിലല്ലേ, കൗൺസിലറോട് ചോദിച്ചാൽ അറിയുമല്ലോ. അദ്ദേഹം പറയുമല്ലോ എന്താ സംഗതി എന്ന്. അദ്ദേഹത്തെ പോയി കാണുക, എന്നിട്ട് അദ്ദേഹത്തോട് ചോദിക്കുക. അല്ലാതെ നിങ്ങളിങ്ങനെ ഒരു അപകടം ഉണ്ടായി കഴിഞ്ഞിട്ട് അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അപകടം ഉണ്ടായി, നമ്മൾ ഒരുപടി അപകടങ്ങളെ കണ്ടതാണ്, അപകട മരണങ്ങളെ കണ്ടതാണ്. അത് നമ്മൾ കൂട്ടായിട്ടാണ് അതിനു വേണ്ട കാര്യങ്ങൾ ചെയ്യാറ്. ഇവിടെ ഇപ്പോൾ മാനുഷികമായി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളോടൊപ്പമാണ് നിങ്ങളെല്ലാം നിൽക്കേണ്ടത്. ബാക്കി കാര്യങ്ങളെല്ലാം എന്താണ്, അതിനകത്ത് എന്തെങ്കിലും പ്രശ്നങ്ങളോ എന്തെങ്കിലും പെശകുകളോ പോരായ്മകളോ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ബന്ധപ്പെട്ട ഓരോ കാര്യങ്ങളും അന്വേഷിക്കാൻ ബാധ്യതപ്പെട്ടവർ അന്വേഷിക്കട്ടെ. അതിനനുസരിച്ച് തീരുമാനം വരട്ടെ. ഈ കുടുംബങ്ങൾ അത്തരത്തിലുള്ള കുടുംബങ്ങളാണെങ്കിൽ ആ കുടുംബങ്ങളെ ആവശ്യമായിട്ടുള്ള ധനസഹായം നൽകുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് പറയാൻ കഴിയണം, നമുക്കത് നേടിക്കൊടുക്കാനും കഴിയണം. ആ നിലയിലാണ് നമ്മൾ ആ വിഷയത്തെ കാണേണ്ടത്. അതാണ് എനിക്ക് പറയാനുള്ളത്.